കേബിൾ സൈഡ് പ്രതികരണങ്ങൾക്ക് റിയാസും തയ്യാറായിട്ടില്ല. ഒരേ വൈബൻ റിയാസിനെ കാണാൻ പോകുന്നു. നമ്മുടെ ഓഫീസിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അകത്തിരിക്കല്ലേ? ശരി, ഞാൻ കയ്യിലോട്ട് കാറ്റ് സൗകര്യങ്ങൾ കൂടുതലാണ്. ഞങ്ങൾ പാവപ്പെട്ട ഓഫീസാണ്. ഞാൻ ആരും അറിയത്തില്ല എന്നാണ്. അപ്പുറത്തെ മാവിൻ്റെ 2 മാങ്ങയൊക്കെ പറിച്ച് CMRL എക്സാലോജി കേസിൽ വീണ ടി ഇപ്പോൾ കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 12-ന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് എത്താൻ നിർദ്ദേശിച്ചത്. രേഖകൾ അഭിഭാഷകർ വഴി ഹാജരാക്കാമെന്നുള്ള വീണയുടെ നിർദ്ദേശം ED തള്ളിയ സാഹചര്യത്തിൽ പുതിയ സമൻസ് നൽകിയത് പ്രകാരമാണ് ഇന്നിപ്പോൾ കൊച്ചി ED ഓഫീസിലേക്ക് വീണ ടി ഈ ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യാവലി തന്നെയാണ് ED തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് വീണയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. കേസിൽ കരിമണൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ ഭാര്യയും മറ്റുള്ളവർക്ക് ജയ കർത്ത എന്നിവരെയൊക്കെ നേരത്തെ ചൊവ്വാഴ്ച തന്നെ ED ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ വീണ ടി കൂടി ED ഓഫീസിലേക്ക്, കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. വീണയെ സംബന്ധിച്ചും EDയെ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇന്ന് നടക്കാനുള്ളത്. ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ വീണയുടെ ഭാഗത്തു നിന്നും ഈ ഒരു സേവനങ്ങളൊന്നും നടത്താതെയാണ് ഇത്രയും പണം വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തെളിവുണ്ടാക്കുക എന്നുള്ളതാണ് EDയെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്. എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകുക എന്നുള്ളതാണ് വീണയെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്. എന്തായാലും ഒരു സിവിൽ കേസ് പരിധിയിൽ വരുന്ന ഒരു ചോദ്യം ചെയ്യലായതുകൊണ്ട് തന്നെ മറ്റ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കൊന്നും കാര്യങ്ങൾ കടക്കുകയുമില്ല. എന്തായാലും ഇന്ന് വീണ ടി ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി കൊച്ചി ED ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. നേരത്തെ റെയ്ഡിന്റെ സമയത്ത് തിരുവനന്തപുരത്തെ വീണയുടെ വസതിയിൽ റെയ്ഡിനെത്തിയപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു, സംഘർഷമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ CPIM പറയുന്നത് അവർക്ക് ഇതിൽ മറുപടി പറയാനില്ല, ഇത് വീണ ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസും സംഭവവും ഒക്കെയാണ്, ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് വീണ തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും സഹിൻ ആന്റണി അവിടെ നിന്നും ചേരുകയാണ്. സഹിൻ, ഒടുവിൽ വീണ ടി കൊച്ചി ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. സഹിൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഏതൊരാളും ചോദ്യം ചെയ്യലിനായി എത്തുന്നത് പോലെ തന്നെ വാഹനം പുറത്തു നിർത്തിയതിനു ശേഷം സമൻസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണിച്ചതിന് ശേഷമാണ് വീണ ടി ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ഓഫീസിനകത്തേക്ക് കയറിയിരിക്കുന്നത്. വീണ എത്തിയപ്പോൾ എത്രമാത്രം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു? CPIM പ്രവർത്തകർ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത വല്ലതും അവിടെ ഉണ്ടായിരുന്നു? ഒരുപാട് ആളുകൾ അവിടെ കൂടി നിന്നിരുന്നു. എന്തായാലും വീണ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി അകത്തേക്ക് കയറിയിരിക്കുകയുമാണ്. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. സ്വാതി, വീണ ഹാജരായപ്പോൾ പോലീസുകാരും മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റാരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഒരു തിക്കും തിരക്കുമാണ് കണ്ടത്. മറ്റൊന്ന്, വീണ ടി ആദ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ പലതവണയും വീണ ടിയെ ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ച ഹാജരാകാനാണ് വീണ ടിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ബുധനാഴ്ച ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വീണ ടിക്ക് സമൻസ് നൽകുന്നത്. എന്തായാലും കൃത്യം 10:25 തന്നെ വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തി. അവരോടൊപ്പം ഭർത്താവ് റിയാസും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായില്ല. പകരം വീണ മാത്രമാണ് കാറിൽ നിന്നും ഇറങ്ങി സമൻസ് കാണിച്ച ശേഷം അകത്തേക്ക് കയറുകയും പിന്നീട് ഓഫീസിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. തൊട്ട് പിന്നാലെ വീണ ടിയുടെ അഭിഭാഷക കൂടി എത്തി. അഭിഭാഷക ഞാൻ വീണയുടെ അഭിഭാഷകയാണെന്ന് അറിയിച്ച ശേഷം അവർ കൂടി അകത്തേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.